വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ പ്രോമിസ് ചെയ്തിരുന്ന പോലെ തന്നെ മേക്കപ്പ് ഡീക്ലട്ടർ ആണ്. സോ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സ്റ്റുഡിയോ റീഅറേഞ്ച് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി അമേസിംഗ് ലൈക്ക് ദ റെസ്പോൺസ്. ഒത്തിരി പേര് പറഞ്ഞു ഭയങ്കര എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരുന്നു എന്ന്. അതുപോലെ തന്നെ എനിക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. കാരണം നമ്മള് ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദ പ്രോസസ് അല്ലെ, സ്ക്രാച്ചിൽ നിന്നും ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. സോ ആ വീഡിയോ കാണാത്തവർ കാണാൻ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. സോ എന്തായാലും മിസ് ചെയ്യാതെ കാണാം. ഓക്കെ, സോ അതിന്റെ ഒരു നെക്സ്റ്റ് പാർട്ടാണിത്. ലൈക്ക് ഒരു സെക്കൻഡ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിനി മേക്കപ്പ് ഡീക്ലട്ടർ ചെയ്യാൻ പോവാണ്. അതായത് എന്റെ കയ്യിലുള്ള എല്ലാ മേക്കപ്പും എടുത്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ തരംതിരിക്കുക ആൻഡ് നമ്മുടെ സ്റ്റോറേജ് റീഅറേഞ്ച് ചെയ്യുക. ഓക്കെ, സോ യാ ഐ എം റിയലി എക്സൈറ്റഡ്. നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. സോ വിത്ത് ഫർദർ ado let's get straight to the video. Let's go. സോ ഇപ്പൊ കറന്റ്ലി നമുക്ക് രണ്ട് സ്റ്റോറേജസ് ആണ് ഉള്ളത്. ലൈക്ക് സ്റ്റോറേജസിനുള്ള സ്ഥലമാണുള്ളത്. പക്ഷേ ഇതില് ഈ ഒരു റൈറ്റില് കാണുന്ന സ്റ്റോറേജിൽ മാത്രമേ നമ്മൾ മേക്കപ്പ് വെച്ചിട്ടുള്ളൂ. അതാണ് എന്റെ പഴയ സ്റ്റോറേജ്. ആൻഡ് ഇതാണ് പുതിയതായിട്ട് കാണിച്ചിട്ടുള്ള സ്റ്റോറേജ്. ഇതിലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാം പുറത്ത് എടുക്കണം. അത് തൽക്കാലത്തേക്ക് വെച്ചതാണ്. സോ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോറേജിലെ എല്ലാ മേക്കപ്പും എടുത്ത് പുറത്തേക്ക് ഇടാന്നുള്ളതാണ്. ഞാൻ ഷൗട്ട് ചെയ്യുന്ന പോലെ ഉണ്ട്, ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എക്കോ കാരണമാണ് കേട്ടോ. ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. ഇനി എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് എക്കോ ഒക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. ബട്ട് എനിവേസ് ഞാൻ പറയണൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു നമ്മുടെ പഴയ സ്റ്റോറേജിലുള്ള എല്ലാ മേക്കപ്പും ഞാൻ എടുത്ത് പുറത്തിടാൻ പോവാണ്. എന്നിട്ടാണ് നമ്മൾ അതിനെ തരംതിരിക്കാൻ പോണത്. ഓക്കെ, നമുക്ക് മുകളിൽ തല ലാസ്റ്റ് ചെയ്യാം. കാരണം അതില് ഫുൾ എന്താ പറയാ ഒരു പരസ്പരബന്ധം ഇല്ലാത്ത സാധനങ്ങളാണ്. ഇതൊക്കെ ഭയങ്കര ഹെവി ആയിട്ടോ. കണ്ടോ, ഇത്ര അധികം സാധനങ്ങൾ ഉണ്ട് ഇതില്. എല്ലാം നമുക്ക് പുറത്ത് വെച്ച് വയ്ക്കാം. ചില കവേഴ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ കളയാണ്. ഫസ്റ്റ് അതാ കാലിയായി എന്ന് പറഞ്ഞാൽ അതിൽ കുറെ ഐ തിങ്ക് റിമലിന്റെ സ്റ്റേ മാറ്റാൻ തോന്നുന്നു. ഈ ഒരു പൗഡർ പൊട്ടി പൊളിഞ്ഞ് അതിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതെനിക്ക് ക്ലീൻ ചെയ്യണം. അതും ഗ്ലാസ് ക്ലീൻ ചെയ്യാം. എല്ലാം പുറത്തെടുത്തിട്ടതിന് ശേഷം ഇതാണ് ഇപ്പൊ നമ്മുടെ അവസ്ഥ. എനിക്ക് അറിയാതെ ഞാൻ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണെന്ന്. ഐ തിങ്ക് ഞാൻ ഓരോ അടയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. കാരണം നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക് ആയി പോകും. സോ ഞാൻ ഇതെല്ലാം ആദ്യം ഡീക്ലട്ടർ ചെയ്യാൻ പോവാണ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഭാഗത്ത് ഫൗണ്ടേഷൻ അങ്ങനെ തരം തിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫൗണ്ടേഷൻസ് ഒക്കെ ഈ ഭാഗത്ത് വെക്കാം. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ലതോ ചീത്തയോ ഒന്നും നോക്കില്ല കേട്ടോ. കൈ കിട്ടിയ ഫൗണ്ടേഷൻ ഒക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ് ഇവിടെ. ഈ പഴയ സ്പഞ്ചൊക്കെ ഞാൻ കളയാണ്. ഓക്കെ, നമ്മുടെ ഫൗണ്ടേഷൻ ഒരു ഭാഗത്തേക്ക് മാറ്റി നമുക്ക് കൺസീലേഴ്സ് വെക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ തിരിച്ചറിയുന്നില്ല കൺസീലേഴ്സ്. ഞാൻ ഈ കളർ കറക്റ്റേഴ്സും കൂടെ കൺസീലേഴ്സിന്റെ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഐ തിങ്ക് കൺസീലേഴ്സ് അത്ര ഇടുമെന്ന് തോന്നുന്നു. അറിയില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ പൗഡേഴ്സ്. കുറച്ച് എക്സ്പയർഡ് ആയ സ്പഞ്ചസ് ഉണ്ട്, അത് ഞാൻ കളയാനുള്ള കൂട്ടത്തിൽ വെക്കുകയാണ്. ഈ റിമലിന്റെ സ്റ്റേ മാറ്റ് അതൊക്കെ പൊട്ടി കൊടുക്കുന്നു. ഇതും ഞാൻ കളയാനുള്ള കൂട്ടത്തിൽ വെക്കുകയാണ്. ഇനി നമുക്ക് എന്താ പ്രൈമേഴ്സ് കുറെ കാണാനുണ്ട്. പ്രൈമേഴ്സ് അത്രയായി. ആൻഡ് ഇനി നമുക്ക് ഹൈലൈറ്റേഴ്സ് ഒരുമിച്ച് വെക്കാം. ഓക്കെ, ഇത് നമുക്ക് കുറെ എൻവൈബയുടെ ലിപ്സ്റ്റിക്സ് ഉണ്ട്. ഇത് ഞാൻ കയ്യോടെ കളയാനുള്ള പിന്നിൽ ഇടുകയാണ്. കാരണം ഒത്തിരി കാലമായി ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടാകുന്ന ലിപ്സ്റ്റിക്സ് ആണ് ഇത്. ഞാൻ യൂസ് ചെയ്യാറുമില്ല. അതിന്റെ കൂടെ തന്നെ വലിയ കാര്യമില്ല. ലൈക്ക് ഇത് വെച്ചോണ്ടിരിക്കണത് അർത്ഥമില്ല. സോ ഞാൻ ഇതെല്ലാം കളയാണ്. എക്സ്പയർഡ് ആയതാണ്, അതുകൊണ്ടാണ് കേട്ടോ. ആൻഡ് കുറച്ച് ബ്രഷസ് കിട്ടിയിട്ടുണ്ട്. യൂസബിൾ ബ്രഷസ് ആണോ നോക്കണം. ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകിയിട്ട് യൂസ് ചെയ്യാമല്ലോ. സോ ഞാൻ ബ്രഷസ് മാറ്റി വെക്കുകയാണ്. കോണ്ടോർ പാലറ്റ്സ്, ബ്ലഷ് പാലറ്റ്സ്, പിന്നെ ഐഷാഡോ പാലറ്റ്സ്. ഓക്കെ, സോ ഐഷാഡോ പാലറ്റ്സ് ഒക്കെ ഞാൻ ഒരുമിച്ച് ഇങ്ങനെ വെക്കുകയാണ്. അതുപോലെ കോണ്ടോർ പാലറ്റ്സ് ഒരുമിച്ച് വെക്കാം. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഓൾറെഡി ഡീക്ലട്ടർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് അറ തുറക്കാം. എന്നിട്ട് അതില് കയ്യിലിട്ടുന്നതൊക്കെ കയ്യോടെ ഇത് ചെയ്യാം. ഓക്കെ, ലൈക്ക് തരം തിരിക്കാം. ഏറ്റവും അടിയിലത്തെ അറയാണ് തുറക്കണത്.
അമ്മയെ ക്ലിനിക്കിന്റെ മോയ്സ്ചറൈസർ ഇരിക്കുന്നുണ്ട് അമ്മു. ഞാനിപ്പോ ന്യൂട്രിഡാൻ വന്നതിന് ശേഷം ക്ലിനിക് അധികം യൂസ് ചെയ്യാറില്ല. സോ ഇത് എനിക്ക് യൂസ് ചെയ്യണമെങ്കിൽ മോയ്സ്ചറൈസേഴ്സ് ഒരുമിച്ച് വെക്കാം. പിന്നെ ലിക്സിന്റെ ഒരു ഐഷാഡോ പാലറ്റ് ഉണ്ട്. ഇതിൽ പൂപ്പല് വന്നിട്ടുണ്ട്. സോ ഞാൻ കളയാണ്. ഇത് ബ്രൈറ്റ്സ് പാലറ്റ് ആയിരുന്നു. ഇറ്റ് വാസ് എ വെരി വേഴ്സറ്റൈൽ പാലറ്റ്. എല്ലാ കളേഴ്സും ഉള്ള പാലറ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇതിന് പൂപ്പല് വന്നു. അതുകൊണ്ട് ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ്സ് എക്സ്പയർഡ്. 3 കൊല്ലമായില്ലോ ഓൾമോസ്റ്റ്. 3 അല്ല 2.5 കൊല്ലത്തിലധികമായി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് ട്രാഷിൽ ഇടാണ്. ട്രാഷ് എവിടെയെങ്കിലും എത്തിച്ചിട്ടുണ്ട് കേട്ടോ, കളയാനുള്ള സാധനങ്ങള്. അതുപോലെ ഞാനും ചേട്ടൻ നെവർ ഹാവ് എവർ കളിച്ചതിന്റെ ഒരു ബോർഡ് ഉണ്ട് ഇവിടെ. സോ ഇത് ഞാൻ കളയാണ്. കാരണം ഇനി കളിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. സോ ഇതിപ്പോ തൽക്കാലത്തേക്ക് ഞാൻ കളയാണ്. ലൈക്ക് ഇത് എടുത്തേക്കണെല്ലാം അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഹാങ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ നല്ലോണം ചളിയൊക്കെ വന്നിട്ടുണ്ട്. ചളിയല്ല, മേക്കപ്പിന്റെ സ്റ്റെയിൻസ് ഒക്കെ ഉണ്ട് ഇതില്. സോ ഐ ഡോണ്ട് നോ ലൈക്ക് ഞാൻ ആലോചിച്ചോട്ടെ എന്താ ചെയ്യാൻ. എനിക്കിത് കളയാനും തോന്നുന്നില്ല, ഒരു മെമ്മറി ആണല്ലോ. ഞാൻ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാണ്. പിന്നെ നമ്മുടെ ടാർട്ട് പാലറ്റിന്റെ കവർ നമുക്ക് കളയാം. കവേഴ്സ് ഞാൻ പൊതുവെ എടുത്ത് വെക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെ എടുത്ത് വെക്കണതിൽ വല്ല അർത്ഥമില്ല. കാരണം അങ്ങനെ എടുത്ത് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യില്ല, അതാണ് പ്രശ്നം. പിന്നെ ഇത് ലോട്ടസ് ഹെർബൽസിന്റെ ഒരു SPF ആണ്. ഞാൻ തൽക്കാലത്തേക്ക് മോയ്സ്ചറൈസേഴ്സിന്റെ കൂട്ടത്തിൽ വെക്കുകയാണ്. എക്സ്പയറി ഡേറ്റ് നോക്കണം. പിന്നെ ഈ ഒരു റിമലിന്റെ പാലറ്റിന്റെ ഫേവറേറ്റ് പാലറ്റ് ആണ്. പക്ഷെ ഇത് എന്താ പറയുക, ഇതിന്റെ ക്യാപ്പ് ഒക്കെ പോയി ആകെ വൃത്തികേടായി. മേ ബി ഐ വിൽ ബൈ എ ന്യൂ വൺ. കാരണം അത്രയും അടിപൊളി ഒരു പാലറ്റ് ആണ്. കുഞ്ഞു പാലറ്റ് ആണ്, കേറ്റ് സ്കൾട്ട് പാലറ്റ്. ഞാൻ എന്റെ ചാനലിൽ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്തിരുന്ന പാലറ്റ് ആയിരുന്നു. സോ ഇത് ഞാൻ ട്രാഷിൽ ഇടാണ് തൽക്കാലം. പുതിയ പാലറ്റ് വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. യൂസ് ചെയ്യാത്ത കാജൽ ഇട്ടിട്ടുണ്ടോ മക്കളെ? അതായത് ഇങ്ങനെ അങ്ങനെ തന്നെ ഇടാനായി. ഞാൻ മറന്നു പോകുന്നത് നല്ല കാജലാണെന്ന്. സോ ഐ പ്രോഡക്ട്സ് ഒക്കെ ഒരുമിച്ച് വെക്കാം. ഓക്കെ, അപ്പൊ ഈ പെട്ടിയും കാലിയായി. നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ ലാസ്റ്റ്. ഇനി ഇതേപോലെ ഞാൻ ഈ സെക്കൻഡ് അറ നോക്കാണ്. ഈ സ്പഞ്ചസ് ഒക്കെ ഞാൻ കളയാണ് കേട്ടോ. ഞാൻ പുതിയ സ്പഞ്ചസ് വാങ്ങാൻ പോവാണ്. കാരണം ഒക്കെ പൂപ്പൽ വെച്ചിട്ടുള്ള സ്പഞ്ചസ് യൂസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ആൻഡ് ഐ തിങ്ക് ഐ ചേഞ്ച് മൈ മൈൻഡ്. ഞാൻ എന്റെ സ്റ്റേക്ക് വർക്കിയുടെ ലിപ്സ്റ്റിക്സും കളയാൻ പോവാണ്. ഞാൻ ശരിക്കും യൂസ് ചെയ്യാത്ത ഒരു ബ്രാൻഡാണ് ഇത്. അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. സോ അതുകൊണ്ട് തന്നെ അത് കയ്യിൽ വെക്കണതിൽ വലിയ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇതും ഞാൻ ട്രാഷ് സൈഡിൽ ഇടാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ് എത്ര ട്രാഷ് ഉണ്ടെന്ന്. അപ്പൊ നമ്മുടെ 3 അറയും കഴിഞ്ഞു. എന്റെ അമ്മയെ ഇനി ഒരറയും കൂടി ഉണ്ട്. ഇതാണ് ഏറ്റവും വലിയ ജങ്ക്. പക്ഷെ ഇത് പുറത്തെടുക്കുന്നതിന് മുന്നായിട്ട് എനിക്ക് ബാക്കി മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യണം. സോ ഞാൻ മോസ്റ്റ്ലി എന്റെ ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ ഈ ഒരു പെട്ടിയിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആ പെട്ടി ഓൾമോസ്റ്റ് നല്ലോണം ഇടിഞ്ഞു ഇടാറായിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ പെട്ടിയില് വെക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയധികം സാധനങ്ങളാണ് നമ്മളിവിടെ ഡീക്ലട്ടർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു പെട്ടിയും കൂടെ ഓപ്പൺ ചെയ്യാനുണ്ട്. അപ്പൊ അതില് നമുക്ക് കാണാനായിട്ട് പറ്റും. നിലത്തിന്റെ അവസ്ഥ ഒന്നും നോക്കണ്ട കേട്ടോ. എന്റെ മുടിയും പൊടിയും ഒക്കെ കിടക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ക്ലീൻ ചെയ്യാം ഡീക്ലട്ടർ ചെയ്തതിന് ശേഷം. അപ്പൊ ഇത്രയും മേക്കപ്പ് ആണ് ഇപ്പൊ എന്റെ കൈവശം ഉള്ളത്. അപ്പം ആക്ച്വലി ഞാൻ സ്വാച്ചൊക്കെ ചെയ്ത് കൈയൊക്കെ അത് വൃത്തിയായിട്ടിരിക്കും. എനിക്ക് കൈ കഴുകണം വേഗം. അതിനു മുന്നായിട്ട് ഒരു കാര്യം പറയാം. നമ്മൾ ഡീക്ലട്ടർ ചെയ്തത് നമുക്ക് സ്റ്റോറേജസിൽ ഒതുക്കണതിന് മുന്നായിട്ട് നമുക്ക് സ്റ്റോറേജസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പൊ അത് ഞാൻ ഓഫ് ദ സ്ക്രീൻ ആയിരിക്കും ചെയ്യണം. അതൊന്നും നമുക്ക് കാണിച്ചു തരാൻ വെച്ചില്ലല്ലോ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒന്ന് തുടയ്ക്കണോ, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാം തുടച്ചിട്ടാണ് എല്ലാം സെറ്റ് ആകാൻ പോണേ. സോ ഞാൻ വേഗം കൈ കഴുകിയിട്ട് തുടക്കാനുള്ള തുണിയെടുത്തിട്ട് വരാം. ഓക്കെ. One eternity later. വയ്യണ്ടാവുന്ന ഇതാണ്. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എല്ലാം തുടച്ചു. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറേജ് കംപ്ലീറ്റ് കാര്യമാക്കി. ലൈക്ക് ഇതിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വന്നിട്ടുള്ള കൊറിയറും കാര്യങ്ങളൊക്കെ. ഇത് കാലിയാണ്, കാലില്ലേ, ഒരു വെട്ടി കൂടി ഉണ്ട്. ഇപ്പൊ നമുക്കുള്ളത് 5, 3, 8 അറകളാണ്. അപ്പം നമുക്ക് 8 കാറ്റഗറി ആയിട്ട് തിരിക്കാം ഇവിടെ മേക്കപ്പിനെ. ഞാൻ ജസ്റ്റ് ടോട്ടൽ കൗണ്ട് ചെയ്യാണ്. 10 കാറ്റഗറി ഉണ്ട് ടോട്ടല്. അപ്പൊ ഏതെങ്കിലും ഒരു കാറ്റഗറീനെ ഒരുമിച്ച് ആക്കേണ്ടി വരും. സോ ഐ തിങ്ക് ഞാൻ ഫൗണ്ടേഷൻസും കൺസീലേഴ്സും ഒരുമിച്ച് വെക്കാം. അപ്പൊ അതൊരു കാറ്റഗറി ആയി. ഈ ഒരു കോണ്ടോർ, ബ്രോൺസർ, ആ ബ്ലഷ്, ആ ഒരു മൊത്തം കാറ്റഗറി ഒരുമിച്ച് വെക്കാം. ഓക്കെ, അപ്പൊ എത്ര എണ്ണം ഉണ്ട്? അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഫൗണ്ടേഷൻസ് എടുത്ത് വെക്കാം.
ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതില് ഞാൻ യൂസ് ചെയ്യുന്ന ഉറപ്പുള്ള ഫൗണ്ടേഷൻസ് ആണ് അതെടുത്ത് വെക്കണേ. നൈക്കയുടെ സ്കിൻ ഷീൽഡ് ഫൗണ്ടേഷൻ ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് യൂസ് ചെയ്യുന്നില്ല, കുറച്ചുള്ളൂ. പിന്നെ ഇതിൽ എന്താണെന്ന് അറിയില്ല. സോ ഇത് ഞാൻ കളയാണ്. പാലഡിയോടെ ഫൗണ്ടേഷൻ ഞാൻ കളയാണ്. അതൊന്നും ഞാൻ യൂസ് ചെയ്യാൻ പോണില്ല. ലോറിയലിന്റെ ട്രൂ മാച്ച്, ഇത് പണ്ടത്തെ ഒരു ഫൗണ്ടേഷൻ ആണ്. ആൻഡ് മേ ബി ഐ ബൈ അഗൈൻ. പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഐ വിൽ ത്രോ ഇറ്റ് അവേ. റെഗ്ലോന്റെ കളർ സ്റ്റേ ഫൗണ്ടേഷൻ ഞാൻ മുംബൈയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. കളർ ഒട്ടും മാച്ച് ആയില്ല. സോ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ത്രോ ഇറ്റ് അവേ. ആൻഡ് ഫേസസ് ഗ്ലാമോൺ പ്രൈം പെർഫെക്റ്റ് ഫൗണ്ടേഷൻ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ മേക്കപ്പ് ഹെയ്റ്റ് വീഡിയോയിൽ എന്തായാലും ഇത് കാണിച്ചിട്ടുണ്ട്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ത്രോ ഇറ്റ് അവേ. പിന്നെ ഡാസ്ലറിന്റെ സ്റ്റിക്ക് ഫൗണ്ടേഷൻസ്, ഇത് മേ ബി ഐ കീപ് ഇറ്റ്. കാരണം നാശമായിട്ടൊന്നുമില്ല, കളറും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതിൽ ഒരെണ്ണം ഞാൻ കളയാണ്. ഭയങ്കര പിങ്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. നൈക്കയുടെ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ഇത് ആകെ നാശമായി പോയിട്ടോ. ടോഫി എന്നുള്ള ഷെയ്ഡാണ്. ഞാൻ കോണ്ടോറിംഗ് യൂസ് ചെയ്യാറുണ്ടായിരുന്ന ഒരു ഫൗണ്ടേഷൻ ആയിരുന്നു. പക്ഷെ ഇത് ഞാൻ കളയാണ്. ഇത് ഒത്തിരി കാലമായി. മേ ബി ഐ ബൈ അനദർ വൺ. പിന്നെ കളർ ബാറിന്റെ കുഷൻ ഫൗണ്ടേഷൻ, I don't think I'll use this. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സോ അത് കീപ്പ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ ഇത് കളയാണ്. ഞാൻ കണ്ണീച്ചോറില്ലാണ്ട് കളയാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ട് ഇത് ഇങ്ങനെ കളയണെന്ന്. പക്ഷെ ഞാൻ കളയാണ്. കാരണം ഞാൻ വെറുതെ ഇങ്ങനെ ട്രാഷ് കീപ്പ് ചെയ്തോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ ഫൗണ്ടേഷൻ റാക്കിന്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് കൺസീലർ റാക്കാണ് ഉള്ളത്. കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും കൺസീലേഴ്സ് ആണ് ഉള്ളത്. ഇതിലെല്ലാം യൂസബിൾ ആണ് കേട്ടോ. ഒന്നും തന്നെ നാശമായിട്ടുള്ളതൊന്നും ഇല്ല. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു കീപ് എവറിത്തിങ്. നമ്മള് അതിന്റെ കൂടെ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമേഴ്സ്. അതന്നെ പ്രൈമേഴ്സ് ആണ്. എല്ലാ പ്രൈമേഴ്സും എടുക്കുകയാണെങ്കിൽ എല്ലാം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആകെ ഈ ഒരു പ്രൈമർ മാത്രം എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുള്ളൂ. ഇനി നമുക്കുള്ളത് ഈ ഒരു പൗഡേഴ്സ് ആണ്. ഇതിലും ഇതുപോലെ യൂസബിൾ അല്ലാത്ത പൗഡേഴ്സ് ഒന്നും തന്നെ ഇല്ല. ഈ ലോറ മെർസിയറിന്റെ പൗഡർ ആക്ച്വലി തീർന്നാണ് കേട്ടോ. പിന്നെ അത് കീപ്പ് ചെയ്യാണ് ഒരു ഓർമ്മക്ക്. പിന്നെ ഈ ഷുഗറിന്റെ പൗഡർ അത് കൊട്ടി പൊളിഞ്ഞു. ത്രോ ഇറ്റ് അവേ. നമുക്ക് ലിപ്സ്റ്റിക്സ്, ഐസ്, പാലറ്റ്സ് ഒക്കെ ഉണ്ട്. ഐ തിങ്ക് നമുക്ക് പുതിയ ഇതില് പാലറ്റ്സ് വെക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്റെ ഐഷാഡോ പാലറ്റ്സ്, കുഞ്ഞ പാലറ്റ്സ് ഒക്കെ ഒരറയിലും വലിയ പാലറ്റ്സ് ഒക്കെ വേറൊരു അറയിലായിട്ടാണ് വെക്കുന്നത്. സോ ഇനിയുള്ളത് കുറച്ച് അങ്ങനത്തെ ജങ്കായിട്ടുള്ള സാധനങ്ങളാണ്. ലൈക്ക് ജങ്കല്ല, എന്റെ തുണി ക്ലിപ്പ് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ ആക്ച്വലി ഇത് അതിനുള്ളതല്ല. ഞാൻ എന്റെ ബാക്ക്ഡ്രോപ്പ് ഒക്കെ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. സോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ എന്റെ ഒരു അറയിൽ വെക്കാൻ പോവാണ്, അലമാരിയില്. നമുക്ക് കുറെ ബ്രഷസ് ഉണ്ട്. ഐ ഗസ് ഞാൻ ഈ ബ്രഷസ് ഒക്കെ കളയാൻ പോവാണ്. ഇതിൽ ഒരു ബ്രഷ് മാത്രമേ എനിക്ക് യൂസബിൾ ആയിട്ട് തോന്നുന്നുള്ളൂ, ഈ ഒരു ഫൗണ്ടേഷൻ ബ്രഷ്. ഇത് നല്ല ബ്രഷാണ്, എസ്പെഷ്യലി ഫേസ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ. ബാക്കിയെല്ലാം ഓൾറൈറ്റ് ഗൈസ്, ഐ എം സോ സൂപ്പർ ടയേർഡ്. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്റെ കളയാനുള്ള മേക്കപ്പ്. നിങ്ങൾ ഞെട്ടരുത്. 2 hours later. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഫുഡ് അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ ഫിലിം ചെയ്യണത്. നമ്മളെല്ലാം ഒതുക്കി വെച്ച് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവല്ലോ. ഐ ഹോപ്പ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. സോ ഇനി നമുക്കുള്ളത് ഈ ഒരു ട്രാഷ് ഞാൻ കാണിച്ചു തരാം. വേസ്റ്റ് ഭാഗം എത്ര ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം കൂടെ ഞാൻ ഒരു കവറിലാക്കി നമ്മുടെ വേസ്റ്റ് ചേച്ചിമാർക്ക് കൊടുക്കും. അത്രേ ഉള്ളൂ. അവര് റീസൈക്ലിങ്ങിനോ എന്തിനാന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോളും, കുഴപ്പമില്ല. സോ അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ആൻഡ് അതല്ലാതെ കുറെ കാർഡ്ബോർഡ് ബോക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം എനിക്ക് കളയണം. അതിലൊരു ബോക്സ് ഞാൻ എടുത്ത് വെക്കും. കാരണം ഗീവ് അവേ ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോഡക്ട്സ് ഐ ഹേറ്റ് ബോക്സ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. സോ അതുകൊണ്ട് 1-2 ബോക്സ് ഞാൻ എടുത്ത് വെക്കും. അതല്ലാതെ ബാക്കിയെല്ലാം കളയാനുള്ള പരിപാടിയാണ്. ആൻഡ് ഇനി നമുക്ക് ആക്ച്വലി 2 മേക്കപ്പ് ബോക്സസും കൂടെ പൊട്ടിക്കാനുണ്ട്. പൊട്ടിക്കാനല്ല, ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് തന്നെയാണ്. കുറച്ച് പുതിയതായിട്ട് വന്നിട്ടുള്ള മേക്കപ്സ് ആയിരുന്നു, ലൈക്ക് റീസെന്റ് ടൈംസിൽ വന്നിട്ടുള്ള മേക്കപ്പ്. ആൻഡ് അതുപോലെ തന്നെ എന്റെ മേക്കപ്പ് ബാഗുകളിലെ സാധനങ്ങളും കൂടെ ഒന്ന് ഡീക്ലട്ടർ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം എപ്പോഴും അതിൽ തന്നെ ഇരുന്നാൽ ശരിയാവില്ല, നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയി യൂസ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ നമുക്ക് കാണിച്ചു തരാം. സോ ഈ കാണുന്നതാണ് നമ്മുടെ വേസ്റ്റ് ഭാഗം. ഇതിൽ ഈ ഒരു നെവർ ഹാവ് ഐ എവറിന്റെ ബോർഡ് ഞാൻ മിക്കവാറും കളയുണ്ടാവില്ല. എനിക്കറിയായിരുന്നു ഞാൻ അത് കളയില്ല എന്ന്. ഞാൻ എന്തിനെങ്കിലൊക്കെ യൂസ് ചെയ്യും. സോ അതവിടെ ഇരിക്കട്ടെ.
സോ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ കളയാനായിട്ട് പോണത്. ലൈക്ക് എക്സ്പയർഡ് ആയതും യൂസ് ചെയ്യാത്തതും പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട് ഇതില്. ആക്ച്വലി ഒരു നെയിൽ പോളിഷ്, ഇത് വർക്ക് ചെയ്യുന്നൊരു നെയിൽ പോളിഷ് ആ കൂട്ടത്തിൽ. പിന്നെ ഇതിന്റെ മുകളിലാണെങ്കിൽ കണ്ടില്ലേ, സ്റ്റോറേജിന്റെ മുകളിൽ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എനിക്കൊന്ന് എന്താ പറയാ ഒതുക്കി വെക്കാനുള്ള സാധനങ്ങൾ തന്നെയാണ്. ലൈക്ക് തരം തിരിച്ച് വെക്കണം. അതുപോലെ തന്നെ ഇതിന്റെ മുകളിലും ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അറ നമ്മൾ ഡീക്ലട്ടർ ചെയ്തിട്ടില്ല, അത് വലിയൊരു കഥയാണ്. ലൈക്ക് എന്റെ മേക്കപ്പ് റിമൂവർ, പിന്നെ ഒരു ഫാൻ ഉണ്ട്, പിന്നെ ന്യൂട്രിഡമിന്റെ ഒരു എക്സ്ട്രാ മോയ്സ്ചറൈസർ ഉണ്ട്. ഇത് മുന്നത്തെ പാക്കേജിംഗ് ആണ്, അപ്പൊ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം പുതിയ പാക്കേജിംഗ് അല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിങ്ങനെ മുടി കെട്ടണ ഒരു സാധനം, മുടിയിലിടുന്ന സാധനങ്ങളാണ് മെയിൻ ആയിട്ട്, ലൈക്ക് ബോകളും അങ്ങനത്തെ ഒക്കെ. അപ്പം ഫുൾ എന്താ പറയാ അവിടെ ഇവിടെയും പോവാത്ത അങ്ങനത്തെ സാധനങ്ങളാണ് ഫുൾ ഇതിലുള്ളത്. അപ്പൊ അത് നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ ഡീക്ലട്ടർ ചെയ്യണം. പിന്നെ നിലത്തൊക്കെ ആകെ വൃത്തികേടായിട്ട് ഇരിക്കുകയാണ്, അതൊക്കെ ഒന്ന് അടിച്ചു വാരി ശരിയാക്കണം. അതൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം, എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ചെയ്യാം. അപ്പൊ ഈ പെട്ടികളൊക്കെ എനിക്ക് കളയാനുള്ള പെട്ടികളാണ്. അതിൻ്റെ അടുത്ത മേക്കപ്പ് അതിന് ഡീക്ലട്ടർ ചെയ്യണം. പിന്നെ ഇതൊക്കെ എൻ്റെ ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. ഈ പാക്സ് ഒക്കെ എൻ്റെ ആവശ്യമുള്ള പാക്സ് ആണ്. അപ്പൊ അതൊക്കെ ഞാൻ ഈ റൂമിലേക്ക് കൊണ്ടുവന്നത് എനിക്ക് ഒതുക്കി വെക്കാനായിട്ടാണ്. സോ അപ്പൊ നമ്മള് ഈ വേസ്റ്റ് മുഴുവൻ എടുത്തിട്ട് ഈ ഒരു കവറിൽ ഇടാനായിട്ട് പോവാണ്. ഒരു കാലി കവറാണ്. സോ ഇതിലേക്ക് ഞാൻ എല്ലാം ഇടട്ടെ കേട്ടോ. അമ്മേ, സോ ഈ ബാഗ് ഫുൾ ഇപ്പോൾ മേക്കപ്പ് വേസ്റ്റ് ആണ് തരുന്നു. പിന്നെന്തായാലും ഞാൻ ഈ സൈഡില് ഒതുക്കി വെക്കട്ടെ. ഇനി എനിക്ക് ഡീക്ലട്ടർ ചെയ്യാനുള്ളത് ഈ ഒരു പെട്ടിയാണ്. ഞാൻ ജസ്റ്റ് കാണിക്കാതിൽ എന്തൊക്കെയാണെന്ന്. നമ്മുടെ ഷെയ്ഡ് ആൻഡ് ലൈറ്റ് പാലറ്റിന്റെ കവർ ഉണ്ട്, ഞാൻ കളയാണ്. കവേഴ്സ് ശ്രമിച്ച് കളയാം. പിന്നെ ഇങ്ങനൊരു പെട്ടി ഉണ്ടല്ലോ, എന്താ എന്റെ ലെൻസസ് ആണ്. ഇത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാത്ത ലെൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ചാണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ ഇത് അവിടെ ഇരിക്കട്ടെ. എന്താ ഉള്ളത്, ഇതിനൊരു ബോയാണ്. അപ്പൊ ബോകളൊക്കെ ഞാൻ ഒരുമിച്ച് ഇങ്ങനെ വെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് അഗൈൻ ലെൻസിന്റെ ആണ്. എക്സ്പയർ ഒക്കെ തീർന്നു തോന്നുന്നുണ്ട്. പിന്നെ ഈ പാലറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാത്ത പാലറ്റ് ആണ്. അപ്പം എന്തായാലും ഐഷാഡോ പാലറ്റ് ഒരുമിച്ചാണ് വെക്കണേ. നമുക്ക് ആ കൂട്ടത്തിൽ വെക്കാം. ആൻഡ് ഇതൊരു നമ്മുടെ ബ്രോൺസർ പാലറ്റ് ഉണ്ട്. ഇനി ഒരു റെവല്യൂഷന്റെ ബേക്ക് ആൻഡ് ബ്ലോട്ട്, ഇത് നല്ലൊരു സെറ്റിംഗ് പൗഡർ ആയിരുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇനി യൂസ് ചെയ്യണം കേട്ടോ. ഇനി മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പോവാണ്. അതുപോലെ ഈ ലക്ഷറി ബനാന പൗഡർ, ഇതൊക്കെ എന്റെ ഫേവറേറ്റ് സെറ്റിംഗ് പൗഡർ ആണ്. ആൻഡ് ഈ ഒരു ഫ്ലവർ ബ്യൂട്ടിയുടെ ഹൈലൈനേഴ്സ്. പിന്നെ ഒരു പൊട്ടിക്കാത്ത റെവല്യൂഷന്റെ പാലറ്റ് ഉണ്ട്. ഞാൻ ഗീവവേല കൊടുക്കാൻ ഉദ്ദേശിച്ചായിരുന്നു, പക്ഷെ ഗീവവേലുള്ള വേറെ പ്രൊഡക്ട്സ് ആണ് പറഞ്ഞത്. സോ ഇത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്, കാരണം എൻ്റെ ഓൾറെഡി ഉള്ള പാലറ്റ് അത്യാവശ്യം എക്സ്പയർഡ് ആയി. അപ്പൊ ഞാൻ ഇത് ഇനി ഓപ്പൺ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് നമുക്ക് പാലറ്റ്സിൽ വയ്ക്കാം. പിന്നെ ഇത് എന്തെങ്കിലും കുറെ കാലമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ. അത് ഞാൻ കളയാൻ പോവാണ്. ഐ തിങ്ക് ഇറ്റ്സ് എക്സ്പയർഡ്. ഇതെന്താ സാധനം? ഇത് മേക്കപ്പ് റെവല്യൂഷന്റെ ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് തന്നെ ഇല്ല. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ന്യൂഡ് റോസ് ഷെയ്ഡ്. നമുക്ക് വരുന്നൊരു വീഡിയോയിൽ യൂസ് ചെയ്യാം. ലൈനർ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്കുള്ളത് എന്റെ മേക്കപ്പ് ബാഗ്സ് ആണ്. സോ മേക്കപ്പ് ബാഗ്സും കൂടെ ഉള്ളൂ ഇനി. മേക്കപ്പ് ബാഗ്സിൽ എന്തൊക്കെയുള്ള നമുക്ക് നോക്കാം. ആൻഡ് അതും ഡീക്ലട്ടർ ചെയ്യാം. അപ്പൊ അത് ഞാൻ ഐ ഗസ് ഐ എം ടേക്കിംഗ് ഓൾ ദ ബ്രഷസ് ഔട്ട്. ബ്രഷസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ പകുതി മുക്കാൽ സ്ഥലം ഉണ്ടാവും. ബ്രഷസ് ക്ലീൻ ചെയ്യാറായിട്ടുണ്ട്. ഇനി എന്റെ ബ്രൗ പ്രൊഡക്ട്സ് ഞാൻ യൂഷ്വലി ബ്രഷസിന്റെ കൂടെയാണ് വെക്കാറ്, കാരണം അത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് കാരണം. ആൻഡ് ഇനി ഐ പ്രോഡക്ട്സ് എടുക്കാം. കാജൽ, മസ്കാരാസ്, എൻ്റെ ന്യൂഡ് പെൻസിൽ, ഒരു ഐലൈനർ, മസ്കാര, പിന്നെ ലിപ് ലൈനർ. ഇത് ലിപ് ലൈനറുള്ള കാജൽ. ഓക്കെ, കാജൽ. ഇത്രയും സാധനങ്ങളാണ് ഐ പ്രോഡക്ട്സ്. പിന്നെ ഒരു ഐ ഷാഡോ ഉണ്ട്. ഇത് ഐ ഷാഡോസിന്റെ കൂട്ടത്തിലാണ് വെക്കുന്നത്. ഐ പ്രോഡക്ട്സ് ആൻഡ് ഇനി ലിപ് പ്രോഡക്ട്സ് ആണുള്ളത്. സോ ഞാൻ ഇങ്ങനെ ഇതും ഡീക്ലട്ടർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സെയിം പ്രോഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനായിട്ടാണ് കേട്ടോ. ഇതൊക്കെ ലിപ് പ്രോഡക്ട്സ് ആണ്. സോ ഇനി ബ്ലഷസ് ഉണ്ട്.
ആൻഡ് വൺ പ്രൈമർ. ഓക്കെ, പ്രൈമർ നമുക്ക് പ്രൈമറിന്റെ കൂട്ടത്തിൽ വെക്കാം. ബ്ലഷസ് നമുക്ക് ബ്ലഷസിന്റെ കൂട്ടത്തിൽ വെക്കാം. സ്പഞ്ച് നമുക്ക് ക്ലീൻ ചെയ്യണം. ഇതൊരു ഐബ്രോ പ്രോഡക്റ്റ് ആണ്, അത് ഐസിന്റെ ഇതിൽ വെക്കാം. പിന്നെ കൺസീലർ. ഓക്കെ, ഒരു ലിപ്സ്റ്റിക്കും കൂടി ഉണ്ട്. ഇതിൽ 2 ബണ്ണ് മാത്രമേ ഉള്ളൂ. ഒരു ലോക്കറ്റ്. ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബണ്ണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടുകയാണ്. ഒരു ലാഷസ് ഉണ്ട്, പിന്നെ ഒരു കുഞ്ഞാഴ്ചയുടെ പാലറ്റ് ഉണ്ട്, അഗൈൻ ഒരു റോസിപ്പ് ഓയിൽ, പിന്നെ ഐസിൻ്റെ കുറച്ച് പ്രോഡക്ട്സ് എല്ലാം നമുക്ക് നോക്കാം. വർക്ക് ചെയ്യണത് മാത്രം മതി നമുക്ക്. ഓക്കെ, ഇതുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷാണ്. പിന്നെ ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇത് ഞാൻ ഐസിൻ്റെ ഇതിലാണ് വെക്കണേ. ഇത് 3 ലിപ് പ്രോഡക്ട്സ് ആണ്. ഇത് ഐസിൻ്റെ ആണ്. ഇത് അങ്ങനെ ത്രോ ഇറ്റ് അവേ. കുറേ കാലമായി. സോ യാ, അതും കഴിഞ്ഞു. കട്ടറുകൾ, സിസേഴ്സ്, ട്വീസേഴ്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ തൽക്കാലത്തേക്ക് ഈ ബാഗിൽ ഇട്ട് വയ്ക്കാൻ പോവാണ്. സോ കണ്ടോ, ഇങ്ങനത്തെ റേസേഴ്സ്, ഇങ്ങനത്തെ എക്സ്ട്രാ സംഭവങ്ങളൊക്കെ എനിക്കൊരു ഐഡിയ ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഏതിലാണെന്ന്. അപ്പൊ തൽക്കാലം നമുക്ക് ഈ ബാഗിൽ ഇട്ട് വയ്ക്കാം. അപ്പൊ നമ്മുടെ ബോസ് ഫുള്ള് നമുക്ക് ഈ ഒരു അറയിൽ ഇടാം. ഓരോ വീഡിയോയിലും മാറ്റി മാറ്റി വെക്കാൻ. ഈ ബൺസ്, ക്ലിപ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ തൽക്കാലം ഈ അറയിൽ തന്നെ വെക്കാണ്. പക്ഷെ അത് ഞാൻ മോസ്റ്റ് പ്രോബ്ലി വേറൊരു ഇതിലേക്ക് മാറ്റുന്നുണ്ടായിരിക്കും. പിന്നെ അതിലൊരു മേക്കപ്പ് റിമൂവർ ഉണ്ട്. ഇതും നമുക്ക് വേറെ സ്ഥലമില്ല, അപ്പൊ ഇതിൽ തന്നെ വെക്കാണ്. പിന്നെ എൻ്റെ ഒരു ഗ്ലാസ്, ഇതൊക്കെ ഞാൻ വേറെ അറയിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. പിന്നെ പൊട്ടുകൾ, ഇതൊക്കെ ഈ അറയിൽ തന്നെയാണ് ഏറ്റവും ആപ്റ്റ്. പിന്നെ കുറച്ച് കോട്ടൺ പാഡ്സ്, എന്താ നോൺ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും. സിന്ദൂരം ഐ ഗസ് ഞാൻ എൻ്റെ മേക്കപ്പ് ബാഗിലായിരിക്കും വെക്കുക. പിന്നെ ഒരു ഫാന്, ഇതൊക്കെ ആവശ്യമുള്ളതാണ്. ഒരു വെൽനെസ് സെറ്റിംഗ് സ്പ്രേ ഉണ്ട്, ഹെയർ സ്പ്രേ. ഇത് കുറേ കാലമായിട്ടുള്ളതാണ്, എക്സ്പയർഡ് ആയിട്ടുള്ള ഡൗട്ട് ഉണ്ട്. എന്തായാലും ഇത് ഞാൻ ഈ അറയിൽ വെക്കുകയാണ് തൽക്കാലം. പിന്നെ എൻ്റെ പെൻ, എൻ്റെ ബുക്ക് ആൻഡ് പെൻ ഫോർ ലൈക്ക് റൈറ്റിംഗ് ഡൗൺ ഐഡിയാസ് ആൻഡ് എവറിത്തിങ്. സോ അത് ഞാൻ ഈ അറയിൽ തന്നെ വെക്കുകയാണ്. ആൻഡ് ഫൈനലി നമ്മുടെ ജെയിംസ് ചാൾസ് മോർഫി പാലറ്റ്. നമുക്ക് നമ്മുടെ ഐഷാഡോ പാലറ്റ്സിന്റെ കൂട്ടത്തിൽ വെക്കാം. പിന്നെ ടിഷ്യൂ ആക്ച്വലി എനിക്ക് ആവശ്യം വരുന്നൊരു സാധനമാണ്. സോ ഐ ഗസ് ഞാൻ ഇവിടെ വെക്കാം. പിന്നെ ഇവിടെ വെക്കാം. ഈ കണ്ണാടി എന്തായാലും നമുക്ക് ടേബിൾ മിക്ക് കൊണ്ടതാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട്. സോ അത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ എനിക്ക് വളരെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇന്ന് തന്നെ ചെയ്യും. അമ്മേ, ഞാൻ ഇരിക്കട്ടെ. അപ്പോ കണ്ടില്ലേ, നമ്മുടെ മേക്കപ്പ് ഡീക്ലട്ടർ കഴിഞ്ഞു. ഇനി എന്റെ മേക്കപ്പ് സ്റ്റോറേജ് ആൻഡ് മൈ കളക്ഷൻ ആ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് കാണിക്കാം കേട്ടോ. ലൈക്ക് എന്തൊക്കെയാണുള്ളത്, ഓരോ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതൊക്കെ. ഇതിപ്പോ ഞാൻ ജസ്റ്റ് വാരി കൂട്ടി ഇടാൻ മാത്രമല്ലേ കാണിച്ചുള്ളൂ. അപ്പൊ ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. നമ്മളിപ്പോ ഡിസംബർ ആയി, ഇയർ എൻഡ് ആയി. 2020 ഒരു 1 ഇയർ ആയിരുന്നു. സത്യം പറഞ്ഞാൽ PR ആയിട്ടൊന്നും അധികം കിട്ടിയിട്ടില്ല, അതാണ് സത്യം. നമുക്ക് നോർമലി കിട്ടുന്നത് വെച്ച് നോക്കുമ്പോ ഈ ഇയറില് വളരെ വിരളമായിട്ടാണ് കിട്ടിയിട്ടുള്ളൂ മേക്കപ്പ് ആൻഡ് ഓൾ. പരിതാപകരമായിരുന്നു അവസ്ഥ. പക്ഷെ ഒരു കണക്കിന് നന്നായിട്ടോ. കൂടുതൽ വന്നാലും പ്രശ്നം തന്നെയാണ്, നമ്മളെല്ലാം യൂസ് ചെയ്യണല്ലോ എന്നുള്ളൊരു പ്രഷർ ഉണ്ടാവും എപ്പോഴും തലയില്. എനിക്കാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എപ്പോഴും മാറി മാറി യൂസ് ചെയ്യാനാണ് ഇഷ്ടം. അതല്ലാതെ പുതിയത് വന്നതിന്റെ പേരിൽ അത് അധികം യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞാനത് യൂസ് ചെയ്യുള്ളൂ വീഡിയോസിൽ. സോ അതുകൊണ്ട് തന്നെ PR അധികം വരാത്ത ഒരു കണക്കിന് നന്നായിന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ഇനി നമുക്ക് ഈ വീട്ടില് ഞാൻ ഇപ്പൊ ഇട്ട് വെച്ചിരിക്കുന്നത് ട്രൈ ഔട്ട് ചെയ്യാനുള്ള സാധനങ്ങളാണ്. സ്മാഷ് ബോക്സ്, പിന്നെ അതുപോലെ ഷുഗറിന്റെ ഒരു ഫേസ് മാസ്ക്. ഇത് ഞാൻ പല പല പ്ലാറ്റ്ഫോംസിലായിട്ടായിരിക്കും കേട്ടോ. ലൈക്ക് എന്താ പറയാ, യൂട്യൂബിലാവാം, ഇൻസ്റ്റാഗ്രാമിലാവാം. അപ്പൊ അവിടെയൊക്കെ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഇത് നമുക്ക് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട്. ഈവൻ ദോ ഇത് അതിന്റെ ഒരു പാർട്ട് അല്ലെങ്കിലും. സാധനം ഇതാണ്, ഹെയർ കേളിംഗ്. അപ്പൊ ഇതായിരിക്കും എന്റെ അടുത്ത വീഡിയോ. എന്തായാലും സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഐ എം റിയലി നെർവസ്, കാരണം ഞാൻ ഇതുവരെ എന്റെ മുടി കേളിട്ടില്ല.
ഇൻ ദ സെൻസ് ഞാൻ സ്വയം കേൾ ചെയ്തിട്ടില്ല. ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഒന്നും കുഴപ്പം വന്നിട്ടില്ല. ഞാൻ സ്വയം ഇതുവരെ ചെയ്തിട്ടില്ല. സോ ഞാനൊരു കേളർ വാങ്ങിച്ചു. ഐ ജസ്റ്റ് വാണ്ട് ടു സ്റ്റൈൽ മൈ ഹെയർ ഇൻ എ ഡിഫറെന്റ് വേ. ഇതുവരെ കാണാത്തൊരു വേയില് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നല്ലതല്ലേ, ഇപ്പം മുടി കളറിങ് മാത്രം ചെയ്താൽ പോരല്ലോ, അതിൻ്റെ കൂടെ സ്റ്റൈലും കൂടെ ചെയ്തിട്ടാലേ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കേളർ വാങ്ങിച്ചത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോ വിൽ ബി മൈ ഫസ്റ്റ് കേളിങ് എക്സ്പീരിയൻസ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് മുടി കരിഞ്ഞു പോകുമെന്ന്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. സോ ഐ എം റിയലി നെർവസ്. ഫിംഗേഴ്സ് ക്രോസ്ഡ്, നന്നായി വരട്ടെ. സോ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുവേണ്ടിയാണ് ഞാൻ ഇതിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഡീക്ലട്ടറിംഗ് വീഡിയോ ആൻഡ് ഫൈനൽ റിസൾട്ട് വാസ് അമേസിംഗ്. ആക്ച്വലി ഇനിയും ഏതൊക്കെയോ പെട്ടിയിൽ എന്റെ മേക്കപ്പ് ഇരിക്കുന്നുണ്ട്. ഐ ഗസ് എന്റെ ട്രാവൽ ബാക്കിലൊക്കെ ഇരിക്കുന്നുണ്ട് എന്റെ മേക്കപ്പ്. സോ അതൊക്കെ എടുത്ത് ഇതില് ഇനിയും വെക്കാനുണ്ട്. ബട്ട് സ്റ്റിൽ ഐ എം റിയലി ഹാപ്പി. കാരണം കൂടുതൽ ഓവറോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു. ആൻഡ് ഐ എം റിയലി ടയേർഡ്, വയ്യാണ്ടായി. സോ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടപ്പെട്ടുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്, ആൻഡ് ഐ ലവ് യു ഓൾ സോ മച്ച്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. Till then, take care.